എഫേസ്യ ലേഖനം 4:1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ തൃത്വ സ്വഭാവത്തിലും വിശ്വാസികളുടെ കൂദാശ ജീവിതത്തിലും വേരൂന്നിയ സഭയ്ക്കുള്ളിലെ സജീവവും ആഴത്തിലുള്ളതുമായ ഐക്യത്തിലേക്കുള്ള ആഹ്വാനമാണ്. ഇത് കേവലം ഒത്തുചേരാനുള്ള ഒരു ധാർമ്മിക പ്രബോധനമായി മാത്രമല്ല, ഒരു അസ്തിത്വപരമായ യാഥാർത്ഥ്യമാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകയാൽ അതിൽ വസിക്കുന്ന വിശ്വാസി വിനയത്തിലൂടെയും സ്നേഹത്തിലൂടെയും ആ ഐക്യം നിലനിർത്തേണ്ടതുണ്ട്. എഫേസ്യ ലേഖനത്തിലെ ആദ്യ 3 അധ്യായങ്ങളിൽ മനുഷ്യരാശിയെ രക്ഷിക്കുന്നതിലും ഉയർത്തുന്നതിലുമുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയായ വിളിയെക്കുറിച്ച് വിവരിക്കുന്നു. അങ്ങനെ ആ വിളിക്ക് യോഗ്യമായ ഒരു നടത്തത്തിലേക്കുള്ള ആഹ്വാനമാണ് 4-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം. പ്രസ്തുത വാക്യത്തിലെ യോഗ്യമായി നടക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്ഷ നേടുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് വിശ്വാസിക്ക് ലഭിച്ച ശ്രേഷ്ഠമായ കൃപയെയും പരിവർത്തനത്തെയും പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുന്നതിനെക്കുറിച്ചാണ്. അതായത് വിശ്വാസം പെരുമാറ്റത്തിലേക്കും പ്രവൃത്തിയിലേക്കും നയിക്കണമെന്ന് ഇത് ഊന്നിപ്പറയുന്നു. യോഗ്യമായ ജീവിതമെന്നത് ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. താഴ്മയോട്, സൗമ്യനായി, സ്നേഹത്തോടെ ജീവിക്കണമെന്നർത്ഥം. സഭയുടെ ഐക്യമെന്നത് ചൈതന്യരഹിതമായ ഐക്യരൂപ്യമല്ല, മറിച്ച് പരിശുദ്ധാത്മ നൽവരങ്ങളിലൂടെ സഭയുടെ വളർച്ചയെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണിത്. ഏക ശരീരത്തിലെ അവയവങ്ങൾ പരസ്പര സഹകരണത്തോടെ പ്രവർത്തിച്ച് ശരീരം വളരുന്നതുപോലെ സഭാംഗങ്ങളുടെ പരസ്പര ബന്ധം സഭയുടെ സമസ്ത പൂർണ്ണതയ്ക്ക് കാരണമായി തീരണം. നാമമാത്ര ക്രിസ്ത്യാനികളായി ഭവനത്തിലും സഭയിലും ദേശത്തും കലഹിച്ച് ജീവിക്കേണ്ടവനല്ല സത്യക്രിസ്ത്യാനി. കലഹം പിശാചിൻ്റേതാണ്. അതുകൊണ്ട് വിശ്വാസിയെ വിശ്വാസം പെരുമാറ്റത്തിലേക്കും പ്രവൃത്തിയിലേക്കും പ്രതിധ്വനിപ്പിച്ച് വിശുദ്ധിയെ തികച്ചുകൊണ്ട് യോഗ്യമായി നടക്കുമ്പോഴാണ് നാം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുകാരികളായിത്തീരുന്നത്. വചനം എപ്പോഴും ഉരുവിടുക. അപ്പോൾ സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്ന് നാം വിമോചിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സ്നേഹം നമ്മിൽ നിറയുകയും അപ്പോൾ പിതാവാം ദൈവത്തിൻ്റെ വാക്ക് അഥവാ വചനമാകുന്ന ക്രിസ്തുവിൽ നാം വിശ്വസിക്കുകയും ആ വിശ്വാസം പരിശുദ്ധാത്മ സഹായത്താൽ അഥവാ കൃപയാൽ പ്രവൃത്തിയിലേക്ക് പ്രതിഫലിക്കുകയും ചെയ്യുമെന്ന് വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം. ആമേൻ.